എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമ, ഓം ശ്രീ ഋഷിഭ്യോ നമ, ഓം ശ്രീ പരമഋഷിഭ്യോ നമ, ഓം ശ്രീ പരാശക്തിയൈ നമ. ഋഗ്വേദം 1-ാം അധ്യായത്തിൽ 173-ാമത്തെ മന്ത്രമാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. തയോരിതവസാവയം സനേമ നിജ ധീമഹി സ്യാദുത പ്രരേജനം. ഇതാണ് മന്ത്രം. അന്വയം: തയോ ഇൽ അവസാവയം ധനം സനേമ നിധീമ ഹി ച ഉദ പ്രരേചനം സ്യാൽ. ഇതാണ് അന്വയം. തയോ ഇൽ ഇന്ദ്രാവരുണന്മാരുടെ, ഇന്ദ്രന്റെയും വരുണന്റെയും എന്നർത്ഥം. അവസാ രക്ഷണത്താൽ, ഇന്ദ്രാവരുണന്മാരുടെ സംരക്ഷണത്താൽ എന്നർത്ഥം. വയം ധനം സനേമ, കർമാനുഷ്ഠാതാക്കളായ ഞങ്ങൾ സമ്പത്തിന് അധീതരായി തീരട്ടെ. കർമാനുഷ്ഠാതാക്കളായ ഞങ്ങൾ ഇന്ദ്രന്റെയും വരുണന്റെയും അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പത്തിന്റെ അധിഷ്ഠാതാക്കളായി തീരട്ടെ. നിധീമഹീച, ലഭിച്ച ധനത്തിൽ വേണ്ടത്ര അനുഭവിച്ച് ബാക്കിയുള്ളത് ഒരു നിധിയാക്കി മാറ്റി സൂക്ഷിക്കുക. ഇന്ദ്രനും വരുണനും ഞങ്ങൾക്ക് ധാരാളം ധനം നൽകിയാൽ ആ ധനത്തിൽ ഞങ്ങളുടെ നിത്യോപയോഗത്തിന് ആവശ്യമായത് കഴിച്ചു ബാക്കി വരുന്നതായിട്ടുള്ള ധനം ഒരു നിധിയായിട്ട് സൂക്ഷിച്ചു വെക്കും. പ്രരേചനം, ഭുജിച്ചതും സമ്പാദ്യമായി കെട്ടിവെച്ചതും കൂടാതെയും വേറെയും ധനം ഞങ്ങൾക്ക് നൽകട്ടെ. ഞങ്ങൾക്ക് നിത്യജീവിതത്തിനും അതുപോലെ തന്നെ മറ്റ് കർമാനുഷ്ഠാനങ്ങൾക്കും ആവശ്യമായ ധനത്തിന് പുറമെ, ജീവിതത്തിന്റെ കാര്യമാണ്, അതുപോലെ പരാധീനതകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനാവശ്യമായ ധനങ്ങൾ പുറമേ കരുതണം. അതും കൂടി ഇന്ദ്രാവരുണന്മാര് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം എന്നാണ് ഋഷി ഈ മന്ത്രത്തിലൂടെ സൂചിപ്പിക്കുന്നത്. അർത്ഥം: ഇന്ദ്രാവരുണന്മാരുടെ സംരക്ഷണത്താൽ യാഗഹോമാദി കർമാനുഷ്ഠാനങ്ങൾ സമർപ്പണത്തോടുകൂടി അനുഷ്ഠിക്കുന്ന ഞങ്ങൾ നിങ്ങളുടെ ദേവന്മാരുടെ അനുഗ്രഹത്താൽ ഏറ്റവും ഉന്നതമായ സാമ്പത്തിക നിലയെ പ്രാപിക്കട്ടെ. ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ധനം ഭുജിച്ചതും ബാക്കിയുള്ളത് സ്വരൂപിച്ച് നിധിയാക്കി സൂക്ഷിച്ചതും കൂടാതെ വേറെയും ധാരാളം ധനങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളുടെ അനുഗ്രഹത്താൽ ലഭിക്കുമാറാകട്ടെ. ഒരു കാര്യമുണ്ട്, ആ ധനങ്ങളൊന്നും ഞങ്ങൾ ധൂർത്തടിച്ച് ഭോഗസുഖങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ വെറുതെ ധൂർത്തടിച്ച് കളയുകയില്ല എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ മുമ്പാകെ അത് ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ധനം നൽകുന്നതിൽ ഒട്ടും തന്നെ പിറകോട്ട് പോകേണ്ട കാര്യമില്ല, സങ്കോചം ഉണ്ടാവേണ്ട കാര്യമില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ മന്ത്രം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.